നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെ നാളെയാണ് ഇഡി ചോദ്യം ചെയ്യുക. എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടിൽ നടക്കുന്ന അന്വേഷണമാണിത്. ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് വീണ എത്തിയേ തീരൂ. കൊച്ചിയിലെ ഇഡി സോണൽ ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. എന്നാൽ അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ ഇന്ന് ഇഡി ഓഫീസിൽ നമ്മൾ കണ്ടു. ഇന്നലെ ശശിധരൻ കർത്തയുടെ മകനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ദീർഘനേരം ചോദ്യം ചെയ്തിരുന്നു. ഇന്ന് എൻഫോഴ്സ്മെന്റ് ഓഫീസിലേക്ക് നടന്നു കയറിയത് ശശിധരൻ കർത്തയുടെ ഭാര്യയും മകളും. ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ എസ് കർത്ത, മകൻ ശരൺ എസ് കർത്ത എന്നിവരെ ഇന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുകയാണ്. ശരൺ എസ് കർത്തയെ ഇക്കഴിഞ്ഞ ദിവസവും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തിരുന്നു. ഇപ്പോഴിതാ ശശിധരൻ കർത്തയുടെ ഭാര്യ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ ചോദ്യം ചെയ്യലിനെത്തുമ്പോൾ നെഞ്ചിടിക്കുന്നത് വീണ വിജയന്. കമ്പനിയുടെ 15 വർഷത്തെ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ശരൺ കർത്തയോട് ഇഡി ആവശ്യപ്പെട്ടിരുന്നു. ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ കർത്ത ഡയറക്ടറായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എക്സാലോജിക് എന്ന സ്ഥാപനം കൃത്യമായി തിരിച്ചടവ് നടത്താതിരുന്നിട്ടും കമ്പനിക്ക് 50 ലക്ഷം രൂപ വായ്പ നൽകിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇഡി ശശിധരൻ കർത്തയുടെ ഭാര്യയിൽ നിന്ന് പ്രധാനമായി ചോദിച്ചറിയുന്നത്. ശശിധരൻ കർത്തയുടെ മകളും CMRL ഡയറക്ടറുമായ ഷിബി എസ് കർത്തയെ ഇന്നലെ ഇഡി വിശദമായി ചോദ്യം ചെയ്തിരുന്നു. CMRLന്റെ സഹോദര സ്ഥാപനവും കേസിൽ പ്രതിപ്പട്ടികയിലുള്ളതുമായ നിപുണ ഇന്റർനാഷണലിന്റെ ഡയറക്ടർ കൂടിയാണ് ഷിബി. മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പിണറായി വിജയന്റെ കുടുംബവുമായി ശശിധരൻ കർത്തയുടെ കുടുംബം അടുത്ത ബന്ധം പുലർത്തി. ശശിധരൻ കർത്തയുടെ ഭാര്യ, മകൾ എന്നിവർ വീണയുമായി വളരെ അടുപ്പം സൂക്ഷിച്ചിരുന്നു. സ്ഥാപനങ്ങൾ വഴിയല്ലാതെ മറ്റേതെങ്കിലും ഇടപാടുകൾ ഇവർക്കിടയിൽ നടന്നോ? ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച നേരത്തെ വീണ വിജയനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ടിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വീണ അവധിക്ക് അപേക്ഷിക്കുകയും തുടർന്ന് ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്ന് ഇഡി നിഷ്കർഷിക്കുകയും ചെയ്തു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആവശ്യപ്പെട്ട രേഖകൾ അഭിഭാഷകർ വഴി എത്തിക്കാം എന്നായിരുന്നു ഇഡിയോട് വീണ വിജയൻ പറഞ്ഞത്. എന്നാൽ അതിനോട് ഇഡി പ്രതികരിച്ചില്ല. വീണ വിജയനോട് ചോദ്യം ചെയ്യാൻ ബുധനാഴ്ച ഹാജരാകണമെന്ന് ഇഡി ഔദ്യോഗികമായി 2ാം സമൻസിലൂടെ അറിയിച്ചു. റെയ്ഡിൽ ഇഡി പിടിച്ചെടുത്ത ചില നിർണായക രേഖകൾ. ഈ രേഖകളുടെ പിൻബലത്തിലാണ് ഇന്ന് ശശിധരൻ കർത്തയുടെ ഭാര്യയെ ചോദ്യം ചെയ്യുന്നത്. ശശിധരൻ കർത്തയുടെ ഭാര്യയിൽ നിന്ന് പലതും വീണ് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഇഡി. ശശിധരൻ കർത്തയുടെ ഭാര്യയോട് എന്തൊക്കെ ചോദിച്ചറിഞ്ഞു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയാത്ത നിലയിലാണ് നാളെ വീണ വിജയൻ ചോദ്യം ചെയ്യലിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരാവുക. ഏറെ തന്ത്രപരമായ നീക്കങ്ങളാണ് വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിന് മുൻപ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ കാണുന്നത്. അതീവ സൂക്ഷ്മതയോടെ അവർ കരുക്കൾ നീക്കുന്നു. നേരത്തെ റെയ്ഡിൽ പിടിച്ചെടുത്ത രേഖകളുടെയും CMRLുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് രേഖപ്പെടുത്തിയ മൊഴികളുടെയും പശ്ചാത്തലത്തിലാണ് വീണ വിജയനെ നാളെ ചോദ്യം ചെയ്യുക. IT കൺസൾട്ടൻസി സേവനങ്ങളൊന്നും നൽകാതെ CMRL കമ്പനിയിൽ നിന്നും വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് 2.78 കോടി കൈപ്പറ്റി എന്നതാണ് ഇഡിയുടെ പ്രധാന കണ്ടെത്തൽ. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിൽ CMRL കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ 182 കോടി രൂപയുടെ വ്യാജ ചെലവുകൾ കാണിച്ചു എന്ന ആരോപണം ഉയർന്നിരുന്നു. നേരത്തെ CMRL ഇഡി അന്വേഷണത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചു. ആദ്യം ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിനെ, തുടർന്ന് ഡിവിഷൻ ബെഞ്ചിനെ. 2 ഘട്ടത്തിലും ഹർജികൾ തള്ളപ്പെട്ടു. ഇതിനു പിന്നാലെ ഇഡി അന്വേഷണം മുറുക്കുകയും ചെയ്തു. 182 കോടിയുടെ വ്യാജ ചെലവുകൾ. മറുവശത്ത് വീണ വിജയനെതിരെ കൃത്യമായ തെളിവുകൾ. വീണ വിജയന് ഇത്തരമൊരു പണം കൈമാറ്റം നടന്നതിന് പിന്നിൽ ചില കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായി തിരിച്ചറിയുന്നു. ശശിധരൻ കർത്തയുടെ CMRL കമ്പനിക്ക് പിണറായി വിജയൻ നയിച്ചിരുന്ന മന്ത്രിസഭയിൽ നിന്ന് അനർഹമായ പല ആനുകൂല്യങ്ങളും കിട്ടി. ശശിധരൻ കർത്തയുടെ ഭാര്യ, മകൾ, മകൻ ഇവർ 3 പേരും കൊടുക്കുന്ന മൊഴി വീണ വിജയന്റെ ഭാവി തീരുമാനിക്കുന്നതാവും. CMRLന്റെ സഹോദര സ്ഥാപനമായ നിപുണ ഇന്റർനാഷണൽസിന്റെ ഡയറക്ടർ കൂടിയായ ഷിബി നൽകിയ വിവരങ്ങൾ ഏറെ നിർണായകമായിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. ഇക്കഴിഞ്ഞ ദിവസം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വൈദ്യപരിശോധന വിവരങ്ങൾ സഹിതമാണ് അവധി അപേക്ഷ നൽകിയത് വീണ വിജയൻ. എന്നാൽ വീണ്ടും
നാളെ അതായത് ബുധനാഴ്ച ഹാജരാകുന്നതിൽ ഒരുവിധ വിട്ടുവീഴ്ചയും ചെയ്തില്ല എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വ്യക്തതയോടെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഓരോ നീക്കങ്ങളും. മറുവശത്ത് വീണ വിജയൻ ചോദ്യം ചെയ്യലിനായി കൊച്ചി ED ഓഫീസിലെത്തുന്ന കാഴ്ച. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ സംബന്ധിച്ച് അത്തരമൊരു കാഴ്ച വളരെ ദുഃഖകരമാണ്. ഒരു കാലഘട്ടം മുഴുവൻ തിരുവനന്തപുരത്തെ ക്ലിഫ് ഹൗസിലും പിന്നീട് മന്ത്രി റിയാസിൻ്റെ വീട്ടിലുമൊക്കെ ഭരണത്തിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിച്ചു കഴിഞ്ഞിരുന്ന വീണ വിജയൻ ഇപ്പോഴിതാ പ്രതിയെന്ന നിലയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ചോദ്യം ചെയ്യാനായി ചെല്ലുന്നു. ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ കർത്തയും മകൻ ശരൺ S കർത്തയും ED ഓഫീസിൽ എന്താണ് പറഞ്ഞത്? അതുതന്നെയാവും വീണ വിജയൻ്റെ ഏറ്റവും വലിയ നെഞ്ചെടുപ്പ്. ഒപ്പം ശശിധരൻ കർത്തയുടെ മകൾ ഷിബി കൊടുത്ത മൊഴി എന്താവാം? വീണ വിജയൻ നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകുമോ എന്ന പൊതുസംശയം കേരളത്തിനുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, എന്തെങ്കിലുമൊക്കെ നാളെ സംഭവിക്കും. അതാണ് EDയുടെ ഈ നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.